പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് എറണാകുളത്ത് നുണ പറയൽ മത്സരം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ. സതീഷിന്റെ നുണ എന്ന് പേരിട്ട പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞവർക്ക് സമ്മാനം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സൈഫുന്നിസ അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫുന്നിസ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയൊക്കെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും ശ്യാമലി, കാരണം ഡിവൈഎഫ്ഐ ഇന്ന് എറണാകുളത്ത് അധിഘട്ടം എന്ന രീതിയിലാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഈ പരിപാടി നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത്. കാരണം സതീഷിൻ്റെ നുണ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ബുക്ക് ഇവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കുള്ള കുറച്ചധികം വിവരങ്ങൾ തേടുക കൂടിയാണ്, അങ്ങനൊരു വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള പരിപാടി കൂടിയാണിത്. ഇന്ന് എറണാകുളത്താണ് ഈ പരിപാടി ആദ്യം സംഘടിപ്പിച്ചത്. എറണാകുളത്ത് നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഇതിൽ 11 നുണകൾ പറഞ്ഞ ആളാണ് ഒന്നാം സമ്മാനം നേടിയത്. 10 നുണകൾ പറഞ്ഞ ആൾക്ക് രണ്ടാം സ്ഥാനവും 8 നുണകൾ പറഞ്ഞ ആൾക്ക് 3-ാം സമ്മാനവും കിട്ടി. പല വിഷയങ്ങളായിരുന്നു, അതായത് പല കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള പരാമർശം, പിന്നെ ഒപ്പം തന്നെ ശിവൻകുട്ടിയെ താനെന്ന് വിളിച്ചിട്ടില്ല, എടോ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ള, മന്ത്രി വി ശിവൻകുട്ടിയെ വിളിച്ചില്ല എന്ന് വി ഡി സതീശൻ പറയുകയും പിന്നീട് അത് ദൃശ്യങ്ങളടക്കം വിളിച്ചു എന്ന രീതിയിൽ പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ സതീഷിൻ്റെ നുണകൾ ഒരു നൊബേൽ പുരസ്കാരം നൽകണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയൊക്കെ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പരിപാടി നടക്കും. ഓൺലൈനായും ഈ സതീഷിൻ്റെ നുണ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ഇതിൻ്റെ പേരിലൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഫേസ്ബുക്ക് പേജിന് ഒരുപാട് ഫോളോവേഴ്സാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്തത്. എന്തായാലും ഇനി ഇത് ഓൺലൈൻ മാർഗവും ഈ മത്സരം നടത്തുന്നുണ്ട്. അത് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് ആളുകൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. അതിലും ഏറ്റവും കൂടുതൽ പറയുന്ന ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ നുണകൾ പറയുന്ന ആളുകൾക്ക് സമ്മാനവുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായൊരു പരിപാടി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി തന്നെയാണിത്. വ്യത്യസ്തമായൊരു പരിപാടിയാണ് ഡിവൈഎഫ്ഐ തുടക്കമിട്ടിരിക്കുന്നത്. അതെ, വ്യത്യസ്തമായൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് ഡിവൈഎഫ്ഐയുടേത്. എന്തായാലും 11 നുണ പറഞ്ഞ ആൾക്കാണ് നിലവിൽ 1-ാം സമ്മാനം എന്നാണ് സൈഫുന്നിസ റിപ്പോർട്ട് ചെയ്യുന്നത്.